ശ്രീ പി പി സുമോദ്. സാർ, ചെയ്യുന്ന തൊഴിലിനോടുള്ള സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മനോഭാവം. സാർ, എൻ്റെ ചോദ്യം, തൊഴിൽ പരിശീലനത്തിനപ്പുറം തൊഴിൽ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? യെസ് സാർ, നമ്മുടെ കേരളത്തിൽ ഈ തൊഴിൽ ജോലിയുടെ കാര്യത്തിൽ ഓരോരുത്തരും സമീപിക്കുന്ന ഒരു തൊഴിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കേരള സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ സാമൂഹിക ആവശ്യമാണ്. അതോടൊപ്പം പ്രധാനമാണ് പ്രാദേശിക സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഇതിനെല്ലാം കഴിയുന്ന വിധം സ്കൂൾ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ പരിവർത്തനം ആവശ്യമാണ്. പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിലിനെ ഉൾച്ചേർത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സർ, 5, 7, 9 ക്ലാസ്സുകളിലേക്ക് ഇതിന് സഹായകരമായ പ്രവർത്തന പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. വിവിധ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചാണ് തൊഴിലിനെ ഉൾച്ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ ആഭിമുഖ്യവും തൊഴിൽ മനോഭാവം വളർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ തൊഴിലുകൾ കണ്ട് പരിചിതമാകുവാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സർ, അഭ്യസ്തവിദ്യരായ നല്ലൊരു തൊഴിൽ ശക്തിയെ വികസിപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക സമൂഹത്തെ സജ്ജമാക്കുവാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുവാനും കഴിയും. അതിനുതകുന്ന വിധത്തിൽ തൊഴിൽ മനോഭാവം, തൊഴിൽ നൈപുണ്യം പ്രായത്തിനനുഗുണമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള നടപടികളാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 വിഭാവന ചെയ്യുന്നത്.